ഔറംഗസീബിന്റെ പിൻഗാമികളെ കാണാൻ ആഗ്രഹമുള്ളവർക്ക് കൊൽക്കത്ത വരെ പോയാൽ മതി. അവിടെ അവർ റിക്ഷ ഓടിച്ചു നടക്കുകയാണ്. യോഗി ആദിത്യനാഥ് ഒരു വിവാദ പരാമർശത്തിൽപ്പെട്ടിരിക്കുകയാണ്. മുഗൾ ചക്രവർത്തി ഔറംഗസീബിനെയും അദ്ദേഹത്തിന്റെ വംശപരമ്പരയും കുറിച്ച് വിവാദ പരാമർശം നടത്തി ഉത്തർപ്രദേശ് മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ്. മുഗൾ ഭരണാധികാരിയുടെ പിൻഗാമികൾ ഇപ്പോൾ കൊൽക്കത്തയ്ക്ക് സമീപം താമസിക്കുന്നുണ്ട് എന്നും റിക്ഷ തൊഴിലാളികളായിട്ടാണ് അവരുടെ ഉപജീവന മാർഗമെന്നും യോഗി ഉത്തർപ്രദേശിൽ നടന്ന ഒരു പരിപാടിയിൽ പറഞ്ഞു. ചരിത്രത്തിലെ ദൈവിക നീതി എന്ന് വിശേഷിപ്പിച്ചുകൊണ്ടായിരുന്നു യോഗിയുടെ വിവാദ പ്രസ്താവന. 17-ാം നൂറ്റാണ്ടിൽ ഇന്ത്യ ഭരിച്ചിരുന്ന ഔറംഗസീബ് ഇന്ത്യൻ ചരിത്രത്തിലെ ഒരു ധ്രുവീകരണ വ്യക്തിയാണ്. ചിലർ അദ്ദേഹത്തെ കഴിവുള്ള ഒരു ഭരണാധികാരിയായി കാണുമ്പോൾ മറ്റുള്ളവർ അദ്ദേഹത്തിന്റെ മതപരമായ നയങ്ങളെയും അദ്ദേഹത്തിന്റെ ഭരണകാലത്ത് ക്ഷേത്രങ്ങൾ നശിപ്പിക്കപ്പെട്ടതിനെയും വിമർശിക്കുന്നുണ്ട്. ഔറംഗസീബ് ദൈവികതയെ ധിക്കരിക്കുകയും ക്ഷേത്രങ്ങൾക്കും ആരാധനാലയങ്ങൾക്കുമെതിരെ വിധ്വംസക പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുകയും ചെയ്തിരുന്നു എങ്കിൽ പിൻഗാമികൾക്ക് ഇത്തരം സാഹചര്യങ്ങൾ നേരിടേണ്ടി വരില്ലായിരുന്നു, യോഗി പറഞ്ഞു. അതേസമയം ബംഗ്ലാദേശ്, പാകിസ്ഥാൻ, അഫ്ഗാനിസ്ഥാൻ തുടങ്ങിയ രാജ്യങ്ങളിൽ ഹിന്ദുക്കൾക്ക് നേരെ നടക്കുന്ന അതിക്രമങ്ങളിൽ യോഗി ആദിത്യനാഥ് അതൃപ്തി പ്രകടിപ്പിച്ചു. സനാതന മൂല്യങ്ങൾ സംരക്ഷിക്കാൻ സമൂഹത്തോട് ആഹ്വാനം ചെയ്തു. ശ്രീരാമന്റെയും ശ്രീകൃഷ്ണന്റെയും ശ്രീബുദ്ധന്റെയും പാരമ്പര്യം മാത്രമേ ഇന്ത്യയിൽ നിലനിൽക്കൂ എന്ന് ഉറപ്പിച്ചു പറയുകയാണ് മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ്. ബാബറുടെയും ഔറംഗസീബിന്റെ പൈതൃകത്തിന് മങ്ങലേൽക്കുമെന്നും യോഗി പറഞ്ഞു. മുസ്ലിം ഭൂരിപക്ഷ മേഖലകളിലൂടെ പ്രകോപനപരമായ മുദ്രാവാക്യങ്ങളുമായി ഹിന്ദു സംഘടനകളുടെ റാലികൾ കടന്നുപോകുന്നത് സംഘർഷത്തിന് കാരണമാകുന്നു എന്ന് പ്രതിപക്ഷം ചൂണ്ടിക്കാണിച്ചപ്പോഴായിരുന്നു യോഗിയുടെ പ്രതികരണം. മുസ്ലിം ഭൂരിപക്ഷ മേഖലകളിലൂടെ ഹിന്ദു റാലികൾ കടന്നു പോകരുത് എന്ന് ഭരണഘടനയിൽ എവിടെയാണുള്ളത് എന്ന് യോഗി ചോദിച്ചു. നിങ്ങൾ റാലി തടഞ്ഞാൽ ഞങ്ങളും വിടില്ല എന്ന പ്രതികരണമാണ് ഹിന്ദുപക്ഷ നിന്നുണ്ടാവുന്നത്. പള്ളികൾക്ക് മുന്നിൽ റാലികൾ അനുവദിക്കാത്തത് എന്നെ അത്ഭുതപ്പെടുത്തുന്നു. ഇത് ആരുടെയെങ്കിലും സ്വന്തമാണോ? ഇത് പൊതു റോഡാണ്. അതിലൂടെയുള്ള റാലി ആർക്കെങ്കിലും തടയാൻ കഴിയുന്നത് എങ്ങനെയാണ്? യോഗി ആദിത്യനാഥ് ചോദിച്ചു. ബഹ്റായിച്ചിൽ പാരമ്പര്യമായി നടക്കുന്ന റാലി നിർത്തിവെക്കേണ്ടി വന്നതാണ് സംഘർഷത്തിന് കാരണമായത്. റാലി നടത്താനുള്ള എല്ലാ ഒരുക്കങ്ങളും നടത്തിയിരുന്നു. പ്രകോപനപരമായ മുദ്രാവാക്യങ്ങൾ വിളിച്ചു എന്നാണ് പറയുന്നത്. ജയ് ശ്രീറാം എന്നത് പ്രകോപനപരമായ മുദ്രാവാക്യമല്ല. അത് തങ്ങളുടെ വിശ്വാസത്തിന്റെ ഭാഗമാണ്. നാളെ അല്ലാഹു അക്ബർ എന്നത് ഞങ്ങൾക്കിഷ്ടമല്ല എന്ന് ഞാൻ പറഞ്ഞാൽ അംഗീകരിക്കുമോ എന്നും ആദിത്യനാഥ് ചോദിച്ചു. നമ്മുടെ പൈതൃകം വളരെ വിശാലവും പുരാതനവുമാണ്. ജയ് ശ്രീറാം, ഹർ ഹർ മഹാദേവ്, രാധേ രാധേ തുടങ്ങിയ അഭിവാദ്യങ്ങളുമായാണ് താൻ ജീവിതം മുഴുവൻ കഴിഞ്ഞത്. മറ്റൊന്നും നമുക്ക് ആവശ്യമില്ല എന്നും UP മുഖ്യമന്ത്രി പറഞ്ഞു. വസുധൈവ കുടുംബകം എന്ന ആശയം ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് മുൻപ് നമ്മുടെ ഋഷിമാർ വിഭാവനം ചെയ്തിട്ടുണ്ട്. പ്രതിസന്ധി ഘട്ടങ്ങളിൽ എല്ലാ വിഭാഗങ്ങൾക്കും വിശ്വാസങ്ങൾക്കും അഭയം നൽകിയ ഒരേ ഒരു മതമാണ് സനാതൻ ധർമ്മം. എന്നിരുന്നാലും അതേ സമീപനമാണ് സ്വീകരിച്ചത്. ബംഗ്ലാദേശിലും അതിനു മുൻപ് പാകിസ്ഥാനിലും അഫ്ഗാനിസ്ഥാനിലും സംഭവിച്ചത് ഹിന്ദുക്കൾ നേരിടുന്ന വെല്ലുവിളികളുടെ സാക്ഷ്യമാണ്. അയോധ്യയിലെ അസർവി ഭവൻ പീഠത്തിൽ ഒരു സമ്മേളനത്തിനിടെ കാശി വിശ്വനാഥ് ധാം, അയോധ്യ, സംഭാൽ, ഭോജ്പൂർ തുടങ്ങിയ പ്രധാന സ്ഥലങ്ങളെ പരാമർശിച്ച് ഹിന്ദു ക്ഷേത്രങ്ങളുടെ ചരിത്രപരമായ നാശത്തെ ആദിത്യനാഥ് എടുത്തു പറഞ്ഞു. നൂറ്റാണ്ടുകളായി ഹിന്ദു ക്ഷേത്രങ്ങൾ ആവർത്തിച്ച് ലക്ഷ്യമിടുന്നുണ്ട് എന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. 17-ാം നൂറ്റാണ്ടിൽ ഇന്ത്യ ഭരിച്ചിരുന്ന ഔറംഗസീബ് ഇന്ത്യൻ ചരിത്രത്തിലെ ഒരു ധ്രുവീകരണ വ്യക്തിയാണ്. ചിലർ അദ്ദേഹത്തെ കഴിവുള്ള ഒരു ഭരണാധികാരിയെ കാണുമ്പോൾ മറ്റുള്ളവർ അദ്ദേഹത്തിന്റെ മതപരമായ നയങ്ങളെയും അദ്ദേഹത്തിന്റെ ഭരണകാലത്ത് ക്ഷേത്രങ്ങൾ നശിപ്പിക്കപ്പെട്ടതിനെയുമാണ് വിമർശിക്കുന്നത്. ഇതോടൊപ്പം ലോക്സഭയിൽ പലസ്തീൻ അനുകൂല ബാഗ് തിരിച്ചെത്തിയ വയനാട് MP പ്രിയങ്ക ഗാന്ധിക്കെതിരെയും കഴിഞ്ഞ ദിവസം പരിഹാസവുമായി UP മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് വന്നിരുന്നു. കോൺഗ്രസ് നേതാക്കൾ പലസ്തീൻ ബാഗുമായി നടക്കുന്നു എന്നാണ് UP മുഖ്യമന്ത്രിയുടെ പരിഹാസം. UPയിൽ നിന്ന് യുവാക്കൾ തൊഴിലിനായി ഇസ്രായേലിലേക്കാണ് പോകുന്നത്. ഇസ്രായേലിൽ മികച്ച വേതനവും സുരക്ഷയും ഉറപ്പും ലഭിക്കുന്നു എന്ന് യോഗി പറഞ്ഞു. കഴിഞ്ഞ ദിവസം ലോക്സഭയിലേക്ക് പലസ്തീൻ ബാഗ് ധരിച്ചെത്തിയ പ്രിയങ്ക ഗാന്ധിക്കെതിരെ BJP രംഗത്തെത്തിയിരുന്നു. പ്രിയങ്ക രാഹുലിനേക്കാൾ വലിയ ദുരന്തം എന്ന് പറഞ്ഞ BJP പ്രിയങ്ക കുഴപ്പങ്ങൾ ഉണ്ടാക്കാനുള്ള ശ്രമത്തിലാണ് എന്നും വാർത്തകൾക്ക് വേണ്ടിയാണ് ഇത്തരം കാര്യങ്ങൾ ചെയ്യുന്നതെന്നും പറഞ്ഞു. ജനങ്ങളാൽ തിരസ്കരിക്കപ്പെടുമ്പോഴാണ് ഇത്തരം കാര്യങ്ങളിലേക്ക് കടക്കുന്നത് എന്നും BJP പരിഹസിച്ചു. എന്നാൽ BJPയുടെ വിമർശനങ്ങൾക്ക് ചുട്ട മറുപടിയുമായി രംഗത്ത് വരികയും ചെയ്തു വയനാട് MP. തനിക്ക് ഇഷ്ടമുള്ളത് ധരിക്കുമെന്ന് പറഞ്ഞ പ്രിയങ്ക താൻ എന്താണ് ധരിക്കുക എന്നത് താനല്ലാതെ വേറെ ആരാണ് തീരുമാനിക്കുക എന്നും ചോദിച്ചു. എന്ത് ധരിക്കണമെന്നും ധരിക്കരുത് എന്ന് പറയുന്നത് പുരുഷാധിപത്യമാണ് എന്നും പ്രിയങ്ക കൂട്ടിച്ചേർത്തു. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.